ഹലോ, എൻ്റെ ട്രിവാൻഡ്രം ലൈഫിലെ അവസാനത്തെ കുറച്ച് ദിവസങ്ങളിലേക്കുള്ള ഒരു യാത്രയാണിത്. ദ പ്ലേസ് വെയർ ഐ ഫൗണ്ട് ദീസ് പീപ്പിൾ, എസ്പെഷ്യലി ദിസ് ലേഡി. ഞങ്ങളിവിടെ ബ്ലാങ്കിലാണ്. മിക്കവരും ബ്ലാങ്ക് ആവും. അതെ, 1 2 3 ഗോ. അപ്പോൾ ഈ യാത്രയുടെ ഉദ്ദേശം കുറച്ച് നേരം റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാവരെയും കാണുക, കുറേ വർത്തമാനം പറയുക, പെട്ടിയും കിടക്കെടുത്ത് ഹാപ്പി ആയിട്ട് ഇറങ്ങുക. ബൈ ദ വേ, ഈ തിരക്കിനിടെ പറയാൻ വിട്ടുപോയി, വെൽക്കം ടു മൈ സ്റ്റോറി. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതായിരുന്നു ഈ അമ്മേനെയും മോളെ. ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നോക്കി അത് സബ്സ്ക്രൈബൊക്കെ ചെയ്തു. ചെറുതല്ലാത്തൊരു സന്തോഷം തോന്നി. നല്ലൊരു മഴ പ്രതീക്ഷിച്ച് നനഞ്ഞു പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിരുന്ന എൻ്റെ മുന്നിൽ ഒരു അടിപൊളി മഴവില്ല വന്നു. ഞാൻ അത്ര അൺലക്കിയല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം എൻ്റെ മുഖം കാണാൻ ഇങ്ങനെ ഇരുന്നു. ഹലോ ഹലോ, ലൂണിയാനു ഓക്കെ. സോ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇനി ഫുഡ് കഴിക്കണം. ഇത് ദോശ ഞാൻ സ്ഥിരമായിട്ട് എപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നാലും വീട്ടിൽ നിന്ന് വരുമ്പോഴും മേടിക്കുന്ന തട്ടുദോശയും ബജ്ജിയാണ്. അത് കഴിച്ചു. കുറച്ച് നേരം പുറത്തിറങ്ങി ബാൽക്കണിയിൽ നിന്നു. നാളെ ഇനി ഫുൾ പാക്കിങ്ങും ഫുഡ് കഴിക്കലും റെസ്റ്റിങ്ങും തന്നെയാണ്. സോ ഇനി മറ്റന്നാൾ കാണാം. രാവിലെ 8 മണി, ഉച്ചയ്ക്ക് 1:45, വൈകിട്ട് 4:40. കാടിപ്പുല്ല് ഈ ചെടിയില്ലേ, ഇതിനൊരു പച്ചയല്ലേ, ഇതിന്റെ പച്ചല്ലേ? അല്ല, ഇത് വൈറ്റ് അല്ലേ ഇപ്പൊ കൂടുതലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത്ര നാളതൊരു കുഴപ്പമില്ലാണ്ട് നിന്നാ. മാളം കണ്ട് കുഞ്ഞിലെ പറിച്ചുകൊണ്ട് വെച്ചതാണ്. പക്ഷെ ഇപ്പൊ അത് ലിയോ പറിച്ച് തീരുമാനമാക്കി. അതായത് ആ ചെടിക്ക് 8 10 കൊല്ലത്തെ പഴക്കമുണ്ട്. ഇത്രയേ ഉള്ളൂ, പക്ഷെ വളരുന്നില്ല. അത്രയും കൊല്ലം എല്ലാം മഴയും വെയിലും ഒക്കെ അത് അതിജീവിച്ചു. പക്ഷെ ലിയോനെ അതിജീവിക്കാൻ പറ്റി. ഈ വ്യൂ കൊള്ളാം. നോക്ക, ഇങ്ങോട്ട് കാണിക്കും. ഇല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ആകാശം നോക്ക. എനിക്കാണ് ഫോട്ടോ എടുത്തത്. ഇതൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? പഠിച്ചത് ഓർമ്മയുണ്ട്, പക്ഷെ പഠിച്ചത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ആക്ച്വലി ഇത്രയും നാളോടെ നിന്നിട്ടും വന്നിട്ടില്ലല്ലോ ഇങ്ങോട്ടൊന്നും. എന്ത് പോത്തിരിയോ? അപ്പൊ പോത്തിന്റെ ഫാനായി. വിളിച്ചോക്കെ അപ്പുറം കൂടെ വരുമെന്നു.
നിന്ന് ഡ്രോൾ ചെയ്യുന്ന ബ്രോ. തല്ലിക്ക, തല്ലിമരം ആൻഡ് തല്ലിക്ക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേ? ബദാങ്കായ്. അപ്പൊ ആമണ്ടിൽ എന്താ പറയണേ? ആമണ്ടിൽ എന്താ പറയണേ? നൈസ്. റോയൽ പാം. ആക്ച്വലി ആർട്ടിഫാക്ട്സ് അനക്കില്ലല്ലോ. ബി നെഗറ്റീവ്. ഞങ്ങൾ അടുത്ത പെരുന്നാളിനുള്ള സ്റ്റോക്ക് കണ്ടു, 2 പേരങ്ങന്മാരെ കണ്ടു, ഇനി 3-ാമത്തേനെ കണ്ടു. വെരി ഫണ്ണി. മൂന്നാമത്തെ ചാരമുണ്ടി. ചായമുണ്ടി. ഓ, അത് ചായമുണ്ടി. ചേരക്കോഴി. ചേരക്കോഴിയോ? ചേരനൊക്കെ നിന്ന് പോയി. ആ 2 നീ കുറെ ഇവര് വേറെ തയ്യാറായിരിക്കും. ഒരു നേരത്തെ സിംഗിളാണ്. ഒന്നെങ്കിൽ മൊട്ട സിംഗിൾ, അല്ലെങ്കിൽ നമുക്ക് പെണ്ണില്ലടാ. മറ്റേ എല്ലാത്തിനും തവണ കമന്റ് ചെയ്യില്ലേ? നല്ല തലവേദന, ഒന്ന് പോയി കിടക്കട്ടെ. ഇവരുടെ കൂടെ കഴിച്ചാൽ എന്തായാലും ഞാൻ നേരത്തെ കഴിച്ചു കഴിയും. എനിക്ക് ഫുഡിന്റെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ടീംസ്. ഐ എം ഗ്രേറ്റ്ഫുൾ. പോമഗ്രാനറ്റ് ഉണ്ട്, കുക്കമ്പർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, വേറെ ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. ഇവിടെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. പുള്ളി ഡയറ്റാ. അതല്ല, അവിടെ നിന്ന് ഇവിടെ വരെ നടക്കണം പരിപാടി ഓത്തിനോട് നിൽക്കുന്നതായിരിക്കും. ഞാൻ നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് അവർ തീർക്കുന്നു. ഇവര് മിക്കവാറും ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങിയതായിരിക്കും. ഇന്ന് ഫുഡ് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട്. നട്ടിച്ച വെയില്. ആക്ച്വലി കോഫി അടിപൊളിയായിരുന്നു. ചായ കുറച്ചും കൂടി ബെറ്റർ ആയതുകൊണ്ട് നമ്മൾ ഒരെണ്ണം കൂടി മേടിക്കാന്ന് വിചാരിച്ചു. സോ പെരുമ്പള്ളി ക്യൂവിലാണ്. രണ്ടും ചായയാണോ? ഇവിടെ ചായ അടിപൊളിയല്ലേ? ഓക്കെ. അഫ്രൂന്റെ ഒന്ന് ഫുഡ് കിട്ടിയിട്ട് നിങ്ങൾ തിന്ന തന്നെ. ഈ പറന്ന് കിടക്കുന്ന കാക്കകളില്ലേ, ആക്ച്വലി അവര് ഈ പറഞ്ഞ ഒരു ആനിമൽസ് കാറ്റഗറി ആണല്ലോ. അപ്പൊ അവർക്ക് ഈ കൂട്ടിക്കിടക്കുന്ന കുരങ്ങനോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? രോമാഞ്ചത്തിലും മറ്റോ പറഞ്ഞതാണ് ഇവ ഹാൻഡ്സ് വെക്കുന്നതിന് സ്ഥിരം മറ്റോ ചീത്ത അറിയില്ല. നിരൂപ് എന്ന് പറയുന്നത് അമ്പാൻ ചീത്ത അറിയുമ്പോ അങ്ങനെ പറയും, എന്താണ് വേദനയേക്കാൾ വിലയുണ്ടതാ സ്വാതന്ത്ര്യത്തിന് എന്ന് പറഞ്ഞിരിക്കുകയാണ്.
റംബ്രൂട്ടനായല്ലോ. റേഷൻ കിട്ടില്ല. നിങ്ങളെ അറിയാൻ വേണ്ടി ഞാൻ കല്ലും കൊണ്ടാ വന്നത്. നിങ്ങൾ എപ്പോഴാണോ വരാന്ന് പറഞ്ഞ എന്നെ കാണാൻ? 4 മണിക്ക് ഞാൻ ഇറങ്ങാൻ നിൽക്കാം. 3 മണിയപ്പോ വന്നേക്കാം ഷവർമയും കൊണ്ട്. ടാറ്റ. കെട്ടും കെട്ടി പോകുന്ന ഡോണ സുരേഷിനെ കുറിച്ചാണ്. കഴിഞ്ഞ 4 കൊല്ലമായി വേഗം പറ. ഇവിടെ വന്നിരിക്കുന്ന മിസ് ഡോണ സുരേഷിന്, 4 കൊല്ലമായി ഇവിടെ വന്നിരിക്കുന്ന ഡോണ സുരേഷിന് എൻ്റെ ബാഷ്പാഞ്ജലി. സത്യം. എൻ്റെ യാത്ര എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പോട്ടെ. ഈ വർഷമെങ്കിലും ഇംഗ്ലീഷിലാണ്, അടുത്ത വർഷമെങ്കിലും. ഓക്കെ, ബൈ. Dear Trivandrum, thanks for everything.